ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും, ഞാൻ നിങ്ങൾക്ക് ഖാലിഖാക്കി തരും. പറഞ്ഞില്ലേ? കണ്ടിട്ടില്ലേ? കാണിച്ചു കൊടുക്കാം മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ. അതാ അതിലെ ആയത്താണത്. അഖ്ലുഖുലകും മിനത്വീൻ, കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. അതിനാടോ ഖാലിഖ് എന്ന് പറയാ. അത് അർത്ഥം കൊടുത്തത് കണ്ടോ? ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി തരും. അതിന്റെ പേരാടോ ഖാലിഖ്. ഈസ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സൃഷ്ടിക്കാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവം വേറെ ആർക്കും ഉണ്ടാവില്ല. ആ സംഭവമാണ് എന്ത്? അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവരാ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക. അത് വരാതിരിക്കാനാ മൗലവി ബ്രാക്കറ്റിൽ രൂപം നേടിയത്. സൃഷ്ടിച്ചു തരാന്നുള്ളത് ഈസാ നബി ചെയ്യുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അതാ ഖാലിഖാണെന്ന് എഴുതിയിട്ട് സൃഷ്ടിച്ചുണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ തന്നെ ഉദ്ധരിച്ചത്. എന്തേ മൗലവി കാണാതെ പോയത്? അല്ല പറഞ്ഞത് ശിർക്കാണോ കുഫ്റാണോ? ഈസ നബി ഖാലിഖാണെന്ന് ഖുർആനിലില്ലേ? മൗലാന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ വേണോ ആയത്ത്? സൂറത്തുൽ മുഅ്മിനീൻ എടുക്ക്. അതാ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സിട്ടാവായ അല്ലാഹ്. മാനി മൗലവി ഏറ്റവും നല്ല സിട്ടാവ്. കുറെ സിട്ടാവ് ഉണ്ട്. അതാ ഖാലിഖ്, ഖാലിഖീൻ, ഒരുപാട് സൃഷ്ടിക്കുന്ന ആളുകൾ. അവരിൽ ഏറ്റവും ഖൈറ് ശിർക്കാണോ? ഇതൊന്നും ഏഴ് നാളങ്ങളൊക്കെ ഖുർആൻ നോക്കിയത്. പേരോന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോഴുള്ള അറിവും പോയോ? മറുപടി പറയുന്നു. എന്നിട്ട് ഇങ്ങനെ ഓനെയും പിടിച്ച് നടക്കുക. അവിടൊക്കെ അർത്ഥത്തിൽ മാറ്റണ്ട്. ഖാലിഖീൻ എന്ന് പറയുമ്പോ അയിൽ മുസവ്വിരീൻ, അയിൽ മുഖദ്ദിരീൻ. അതെന്തിനാ പറയുന്നത് വെച്ചാൽ അള്ളാഹുവിനൊരു ഖൽഖ് എന്ന അർത്ഥം ഉണ്ടാവും. അതെല്ലാം അങ്ങനെ തന്നെ. അല്ലാഹ് റഊഫ്, അല്ലാഹ് റഹീം, അല്ലാഹ് റഹ്മാൻ. അത് വേറെ ആളാവൂല.